ഒരു കൗൺസിലറായി വന്ന് കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിൻ്റെ മേയർ പദവി അലങ്കരിച്ച് വിവാദങ്ങളും വാർത്തകളിൽ നിറഞ്ഞുന്ന മേയർ എം കെ വർഗീസ് ഇനി എന്തെന്നതാണ് ഈ രാഷ്ട്രീയ കേരളം, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെങ്കിലും ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടർ ടി വിയോട് മേയർ എം കെ വർഗീസ് മനസ്സ് തുറക്കുകയാണ്. വർഗീസ് ഏട്ടാ, ഈ കഴിഞ്ഞ 5 വർഷം ഒരു അടുത്ത കാലത്തൊന്നും ഇത്രയധികം കാലം തുടർച്ചയായി ഒരു മേയർമാർക്ക് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇൻഡിവിജ്വലായിട്ട് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയൊരു നേട്ടമല്ല ശരിക്കും? ആയിരിക്കാം. ഞാനിവിടെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നല്ലോ. 2 കാര്യം കൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ കാരണം. ഒന്ന്, എന്നെ ആദ്യം ക്ഷണിച്ചത് ഇടതുപക്ഷമാണ്. 2, ഭരണമുള്ളത് ഇടതുപക്ഷത്തിൻ്റെ കൈയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേയറായിട്ടാണ് ഞാൻ വന്നത്. അപൂർവമായി കിട്ടിയ ഒരു സമയം. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ഉപകാരപ്പെടുത്തണം അല്ലെങ്കിൽ ഉപകാരപ്പെടണം എന്ന് ഞാൻ വളരെയധികം ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആളാണ്. അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇടതുപക്ഷം ആണ് ആദ്യം 2 വർഷം തന്നു. അപ്പോൾ 2 വർഷക്കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, മുന്നോട്ട് പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടായിരിക്കാം എനിക്ക് അത് കണ്ടിന്യൂ 5 വർഷം ചെയ്യാനുള്ള ഒരവസരം പാർട്ടി തന്നു. അത് ഞാൻ 5 വർഷം പൂർത്തീകരിച്ച് പോകുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു അഭിമാനം എൻ്റെ മനസ്സിലുണ്ട്. പൊതുജനങ്ങൾ എന്നോട് പലരും ചർച്ച ചെയ്ത്, പലരും എനിക്ക് ഫേസ്ബുക്കിൽ കൂടിയും വാട്സപ്പിൽ കൂടിയൊക്കെ ചോദിക്കാറുണ്ട്, ഇനി എന്ത്? അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ കോർപ്പറേഷനിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ പലരും പറഞ്ഞു, ഒരിക്കലും പോകരുത്, ഒരു 5 വർഷം കൂടി ഇവിടെ മത്സരിച്ചാൽ തൃശ്ശൂരിൻ്റെ മുഖച്ഛായ പൂർത്തീകരിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് എൻ്റെ ആശയവും ഇനി വരുന്നവരുടെ ആശയവും തമ്മിൽ ഒരുമിച്ച് വരില്ല. മാത്രമല്ല, ഇനി വരുന്ന വനിതാ സംവരണമാണ്. അപ്പോൾ ആ വനിതാ സംവരണത്തിനകത്ത് എൻ്റെ ആശയം നടന്നുകൊള്ളണമെന്നില്ല. കാരണം അതൊരു ശരിയാവുന്നൊരു സിസ്റ്റമല്ല. അതിലും നല്ലത് നിൽക്കാതിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വ്യവസ്ഥയിലേക്ക് ഞാൻ പോകുന്നില്ല. കിട്ടിയതിൽ സന്തോഷിക്കുക. 5 വർഷക്കാലം കിട്ടുക എന്ന് പറയുന്നത് ഇതുവരെ ഒരാൾക്കും കിട്ടാത്ത. ഇനി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്കില്ല, ഇനി ഞാനില്ല. ഇനി അതിനുശേഷം ഏതാനും മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൽ എം കെ വർഗീസ് എന്നൊരു വ്യക്തിയെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നമുക്ക് കാണാൻ കഴിയുമോ? ഇത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇതുവരെ എനിക്ക് സ്വന്തമായി ഒരു കോർപ്പറേഷനിലേക്ക് വരാൻ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ബാക്കി അതിന് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ എനിക്ക് സാധിക്കില്ല. പിന്തുണ വരുന്ന മുറയ്ക്ക് എൻ്റെ ആശയവുമായി പൊരുത്തപ്പെട്ടു പോകും. അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാം. സ്വതന്ത്രമായി എന്നെ പ്രവർത്തന രംഗത്തും ആശയരംഗത്തും സഹായിക്കുന്നവർ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കും. അതനുസരിച്ചായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. അതായത് തൻ്റെ ആശയഗതി നടപ്പാക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനവുമായി തുടർന്നും സഹകരിക്കാൻ തയ്യാറാണ്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. കാരണം തുടർന്നും ഞാൻ എൻ്റെ ആശയം ഞാൻ പറഞ്ഞു, ഇടതുപക്ഷത്തിൻ്റെ കൂടെ 5 വർഷം നിൽക്കുമ്പോൾ ഇന്നേ വരെ എനിക്ക് ഒരു തരത്തിലും അവർ എന്നെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിനോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ 5 വർഷക്കാലവും ഈ തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ഒരു ആശയം. ഈ തെരഞ്ഞെടുപ്പ്, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഏതെങ്കിലും മുന്നണികളിൽ പ്രചരണ പ്രവർത്തകനായി വർഗീസ് ചേട്ടൻ ഉണ്ടാവുമോ? ഞാനുണ്ടാവില്ല. കാരണമുണ്ട്. ഞാനൊരു 3 മാസം റെസ്റ്റിലാണ്. കാരണം എന്നെ ഏൽപ്പിച്ചത്, ഇടതുപക്ഷ സർക്കാർ എന്നെ ഏൽപ്പിച്ചു. 5 വർഷക്കാലത്തേക്ക് തന്നതിൽ നന്ദിയുണ്ട്. ആ നന്ദിയുടെ ഭാഗമായി ഞാൻ അവർക്ക് നൽകിയത് ഇന്നവരെ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത 2010 മുതൽ 2015 വരെ 58 കോടിയുടെ വികസനമാണ് ഇവിടെ കണ്ടത്. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്നത്. 1500 കോടി രൂപയുടെ വികസനം കാണിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ മറ്റൊന്ന്, ഈ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും താങ്കളുമായിട്ടുള്ള സൗഹൃദം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചർച്ച. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്ന ആരോപണം ആ സമയത്ത് ചില കോണുകളിൽ നിന്ന്, LDFൻ്റെ ചില കോണുകളിൽ നിന്ന് ഉയർത്തിയിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലും സുരേഷ് ഗോപി താങ്കളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് വരുന്ന തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് അങ്ങ് കാണുന്നുണ്ടോ? ഈ സുരേഷ് ഗോപിയെ ഞാൻ കണ്ടിട്ട് കാലം കുറച്ചായി. ഞങ്ങൾ അന്ന് കാരണം ആസ് എ മേയർ എന്നുള്ള നിലയ്ക്കുള്ളൊരു ബന്ധമാണ് എനിക്ക് സുരേഷ് ഗോപിക്കുള്ളൂ. ആ ഒരു ബന്ധത്തിനകത്ത് അദ്ദേഹം എനിക്ക് 1 കോടി രൂപ MP ആയിരുമ്പോൾ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ അദ്ദേഹം ആഗ്രഹിച്ച പോലെ ആ പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അത് കാരണം ഞാൻ സാമ്പത്തിക സഹായം നാടിൽ നന്നാക്കാൻ തന്നാലും സ്വീകരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് സ്വീകരിച്ചു, അത് നടത്തി. ഇനിയും സാമ്പത്തിക സഹായം എനിക്ക് തരാൻ വേണ്ടി ഞാൻ മുൻകൂട്ടി ഒരു DPR ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 3000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ്, ഗുരുവായൂരിൽ നിന്നൊരു എലിവേറ്റഡ് ഹൈവേ തൃശ്ശൂരിലേക്ക്.
അത് ഞാൻ ഗഡ്കരിക്ക് കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഒരു ചോദ്യം വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കലിംഗ് സംവാദത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂർ മണ്ഡലവും തൃശ്ശൂർ കോർപ്പറേഷനും ഞങ്ങൾക്ക് തരൂ, വികസനം ഞങ്ങൾ കാണിച്ചു തരാം. അത്തരത്തിലുള്ളൊരു ആശയം, അതായത് BJPയെ വിജയിപ്പിക്കുക. ഒരു BJP സ്ഥാനാർത്ഥിയായിട്ടും ഏത് രീതിയിലും MK വർഗീസ് പ്രത്യക്ഷപ്പെടാമെന്നൊരു വാർത്തകളുണ്ട്. അത് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്, എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം എന്നുള്ളത് ഞാൻ ആർക്കും കമ്മിറ്റ്മെൻ്റ് ആയിട്ടില്ല, ആരും എന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടില്ല, ആർക്കും ഞാനത് ഉറപ്പും കൊടുത്തിട്ടില്ല. പക്ഷേ ഏത് വികസനം എന്നൊരു അജണ്ടയിൽ ആരുമായിട്ട് സഹകരിക്കും? വികസനമാണ് നാട് നന്നാവാൻ. സാമ്പത്തിക സഹായം എവിടെ നിന്നായാലും കൊണ്ടുവരണം. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നായാലും കുഴപ്പമില്ല, വ്യക്തിപരമായാലും കുഴപ്പമില്ല, CSR ആയാലും കുഴപ്പമില്ല, സ്ഥാപനങ്ങളുടെ ആയാലും കുഴപ്പമില്ല. ഇതൊക്കെ നാടിൻ്റെ വികസനത്തിനാണെന്നുള്ള ബോധ്യമുണ്ടായി ഒരു നല്ല ജനപ്രതിനിധിയായി മുന്നോട്ട് പോകും. അതായത് വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. ഏത് മുന്നണിയാണ്, NDA ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ അടുത്ത് വന്നാൽ താൻ സ്ഥാനാർത്ഥിയാവും. സ്ഥാനാർത്ഥിയല്ല, എൻ്റെ ആശയവും കൂടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ അത് പറഞ്ഞല്ലോ. എൻ്റെ ആശയത്തിന് യോജിച്ചതാണെങ്കിൽ, എൻ്റെ ആശയത്തിനൊത്ത് എനിക്ക് എൻ്റെ മനസ്സിനകത്തൊരു ആശയമുണ്ട്, ആ ആശയത്തിന് യോജിച്ചത് ആരാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകും. അഥവാ സുരേഷ് ഗോപി ഈ വികസനം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. നിരവധി വികസന പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നാൽ തള്ളുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും പ്രാവർത്തികമാക്കി കണ്ടിട്ടില്ലല്ലോ. പ്രാവർത്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ വികസനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു MP മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ള 3000 കോടിയുടെ ഒരു പ്രൊജക്റ്റ് അദ്ദേഹം തയ്യാറാക്കി തരുമായിരുന്നെങ്കിൽ എനിക്കത് വിശ്വസിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ടേബിളിലിരുന്ന് ശരി ഇന്ന തന്നെ പൈസ ഞാൻ പ്രൊജക്റ്റ് ഉണ്ടാക്കി തരും, ആ പ്രൊജക്റ്റ് അദ്ദേഹം പറഞ്ഞു ഈ പ്രൊജക്റ്റ് നമുക്ക് തൃശ്ശൂർ നടപ്പിലാക്കാം. പക്ഷേ താങ്കൾ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു TN പ്രതാപനേക്കാൾ കൂടുതൽ MP ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് സുരേഷ് ഗോപി എന്ന്. അല്ല, TN പ്രതാപനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് സത്യമാണ്. കാരണം എന്താ, എനിക്കൊരു രൂപ തന്നില്ല TN പ്രതാപൻ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ അന്ന് അദ്ദേഹം MP ആയിരുന്ന സമയത്ത് എന്തുകൊണ്ട് കോർപ്പറേഷന് 1 രൂപ പോലും തന്നില്ല. ഇദ്ദേഹം MP ആയി വന്ന ഉടൻ തന്നെ എനിക്ക് 1 കോടി രൂപ തന്നു. അത് വലിയൊരു കാര്യമല്ലേ. ഇവിടുത്തെ MP ആയിരുന്നു TN പ്രതാപൻ, ഒന്നും തന്നില്ല. സുരേഷ് ഗോപിയാണ് ചെയ്തത്. അത് ചെയ്തത് സുരേഷ് ഗോപിയല്ലേ. അദ്ദേഹം ഇവിടുത്തെ MP അല്ലായിരുന്നു, ലോകസഭയല്ല, അദ്ദേഹം മറ്റേ രാജ്യസഭ MP ആയിട്ടുള്ള അദ്ദേഹം ചെയ്തു. പക്ഷേ ഇദ്ദേഹം ലോകസഭ MP ആണ്, ഒന്നും തന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MK വർഗീസിന് സ്ഥാനാർത്ഥിയായിട്ട് പ്രതീക്ഷിക്കാം അല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ താല്പര്യമുള്ളവരുണ്ടോ, ആ താല്പര്യത്തിൽ എൻ്റെ ആശയം കൂടി ഞാൻ കണക്കാക്കും. എൻ്റെ ആശയം വർഗീസിനോട് അതിൻ്റെ ഇടപെട്ട് ആശയം എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന 3 മുന്നണികളാണ് കേരളത്തിലുള്ളത്. ഈ 3 മുന്നണികളുമായിട്ടും സഹകരിക്കാൻ പ്രയാസമില്ല എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആശയം. ഇപ്പം ഞാൻ ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോയത് എങ്ങനെയാണ്? ഇടതുപക്ഷത്തിനകത്ത് ഭരണം ഇവിടെയുണ്ട്. ഈ മേയർ ആ ഭരണമുള്ളപ്പോൾ അവരുടെ പ്രവർത്തനവും ഞാൻ നോക്കി. അവരുടെ പ്രവർത്തന ശൈലിയിൽ വലിയ മുന്നോട്ടം ഞാൻ കണ്ടു. കാരണം അവർ പലതും ഇവിടെ ചെയ്തു തീർത്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവരുടെ ആശയപ്രകാരം ഇവിടെ കുറേ വികസനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും ഞാൻ നേരിട്ട് CM-നടക്കം ചെന്ന് കണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒരു നല്ല ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്തത് നടപ്പിലാക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും തൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരുമായിട്ട് വരുന്ന ആളുകൾ സഹകരിക്കാൻ തയ്യാറാണ്, നോക്കും. ഓക്കെ. അപ്പോൾ ചില സസ്പെൻസുകൾ അദ്ദേഹം മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, തൻ്റെ ആശയവുമായി യോജിക്കുന്ന, തനിക്ക് സഹകരിക്കാൻ കഴിയാവുന്ന വികസനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആര് വന്നാലും അവരുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. അതിനർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടർ ജെയ്സൺ. റിപ്പോർട്ടർ, തൃശ്ശൂർ.